സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിക്കുന്ന അടൽ വയോ അഭ്യോദയ യോജന അടിസ്ഥാനമാക്കിയിട്ടുള്ള പ്രത്യേക പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. വയോമിത്ര, നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം. നമുക്ക് അനുസ്മരണീയമായവ, നമ്മുടെ അഭിമാനമായവ. എപ്പിസോഡ് നമ്പർ 16. മനസ്സിന്റെ ആരോഗ്യത്തിനായി മാന്ദീനതയും ധ്യാനവും. ഈ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദരിച്ചിടണം, വഴിയിൽ വീടാതെ താങ്ങിടണം. കാലം പതുക്കെ എനിക്കും നിനക്കും പ്രായത്തിനാധിക്യം സമ്മാനിക്കും. ഓർക്കാം, സ്നേഹിക്കാം, ആദരവാൽ നരയും ചുഴിവെല്ലാം നെഞ്ചിലേറ്റി കൈപിടിച്ചിടാം, സഹായിച്ചിടാം. വയോധികർ നാടിനഭിമാനമല്ലോ. വയോധികരെന്നും ആദരിച്ചിടണം, വഴിയിൽ വീടാതെ താങ്ങിടണം. കാലം പതുക്കെ എനിക്കും നിനക്കും പ്രായത്തിനാധിക്യം സമ്മാനിക്കും. ഓർക്കാം, സ്നേഹിക്കാം, ആദരവാൽ നിറയും ചുളിവെല്ലാം നെഞ്ചിലേറ്റി കൈപിടിച്ചിടാം, സഹായിച്ചിടാം. വയോധികർ നാടിനഭിമാനമല്ലോ. നമസ്കാരം. മനോഹരമായ എപ്പിസോഡിൽ ഞങ്ങൾ വീണ്ടും എത്തിച്ചേരുകയാണ്. എപ്പോഴും എന്ന പോലെ ഇന്നും നിങ്ങളോടൊപ്പം ഞാൻ ലക്ഷ്മിയും എന്റെ നല്ലവനായ മുത്തച്ഛൻ ഭരത്തും. ഓ, വലിയ പുകഴ്ത്തലാണല്ലോ. നല്ലവനായ സീസർ എന്നൊക്കെ പറയുന്നത് പോലെ നല്ലവനായ മുത്തച്ഛൻ. എനിക്ക് നന്നായി രസിച്ചു. എന്തായാലും നല്ല വർത്തമാനങ്ങൾ പറയാൻ കിട്ടുന്ന നല്ല അവസരങ്ങൾ അത് പാഴാക്കാൻ പാടില്ല തന്നെ. നമ്മളുടെ വർത്തമാനങ്ങൾ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുമെങ്കിൽ അതേക്കാൾ വലിയ കാര്യം വേറെന്താ? സത്യം പറഞ്ഞാൽ അതൊരു ഇളങ്കാറ്റ് കൊള്ളുന്നത് പോലെ സുഖകരമായ ഒരു കാര്യമാണ്. അറിവും വിവരങ്ങളും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിനേക്കാൾ സന്തോഷമുള്ള കാര്യം വേറെ ഇല്ല തന്നെ. അല്ലേ നല്ലവളായ എന്റെ കൊച്ചുമകളെ? ഇന്ന് വലിയ തത്വശാസ്ത്രം കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണല്ലോ. സന്യാസിയാകാനോ മറ്റുള്ള പുറപ്പാടാണോ? എങ്കിൽ പറഞ്ഞിട്ട് വേണേ. അങ്ങനെ മറ്റുവാണെങ്കിൽ ഈ നല്ലവളായ കൊച്ചുമകൾ അങ്ങ് വിദേശത്തേക്ക് പറക്കുമേ. അയ്യയ്യോ, നമ്മളില്ലേ സന്യാസിയാകാനൊന്നും. ഉള്ള ചോറും തിന്ന് ഈ മണ്ണിൽ കിടന്നുറങ്ങിയാൽ മതിയേ. ഇങ്ങനെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്കൊക്കെ പറഞ്ഞുകൊടുത്തും ഒരു കവിതയിൽ പറയുന്നത് പോലെ സുഖദുഃഖം അഞ്ചാടിമണികൾ കൊരുത്തും ഈ ജീവിതമാല ഇങ്ങനെ. അത് തന്നെ സാഫല്യം. അതിന് ആരോടൊക്കെ നന്ദി പറയാനുണ്ട്? അങ്ങനെയാണെങ്കിൽ മുത്തച്ഛ, ആദ്യം നന്ദി പറയേണ്ടത് ഇത്തരം കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തോടാണ്. മുതിർന്ന പൗരന്മാരുടെ അവകാശങ്ങളെക്കുറിച്ചും അവരുടെ ആരോഗ്യത്തെക്കുറിച്ചും മന്ത്രാലയം എത്ര ജാഗ്രതാണ്. അതുമാത്രമല്ല ലക്ഷ്മി, മന്ത്രാലയത്തോടൊപ്പം കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷനും ഇത്തരം കാര്യങ്ങൾ വയോജനങ്ങളിൽ എത്തിക്കുന്നു. അതെ അതെ, മന്ത്രാലയത്തിന്റെ വിവിധ പദ്ധതികളെ അവതരിപ്പിക്കാൻ നമുക്ക് കഴിയുന്നു. മുതിർന്ന പൗരന്മാർക്കുള്ള സംയോജിത പരിപാടി, മുതിർന്നവർക്കുള്ള ദേശീയ ഹെൽപ്പ് ലൈൻ കെയർ ഗീവർ പരിശീലനം, വയോശ്രീ പദ്ധതികൾ, തിമിര പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ, ശരിയായ പോഷകാഹാരം സംബന്ധിച്ച വിദഗ്ധ ഉപദേശങ്ങൾ തുടങ്ങി എത്രയെത്ര പരിപാടികൾ ഇതിനോടകം നമുക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞു. എന്റെ കൊച്ചുമകൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്. കേട്ടിട്ട് രോമാഞ്ചമുണ്ടാകുന്നു. മുതിർന്നവരുടെ മാനസിക ക്ഷേമം, സ്വസ്ഥത, അവരെ മനസ്സിലാക്കേണ്ടതിന്റെ ആവശ്യകത, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ. ലക്ഷ്മി, നീ ഒരു സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ പോട്ടെ ലക്ഷ്മി, നിന്റെ സുഹൃത്തുക്കളുമായി കഴിഞ്ഞ ദിവസത്തെ യാത്ര എങ്ങനെയായിരുന്നു? അയ്യോ മുത്തച്ഛ, അതൊരു അത്ഭുതമായിരുന്നു.
പഴയ സുഹൃത്തുക്കളെ കാണുന്നത് ഒരു സന്തോഷമാണ്. സിനിമയും ഡിന്നറും മതിവരാത്ത സംഭാഷണങ്ങളും അത് ഓർമ്മകളുടെ ഭണ്ഡാരമാണ് തുറന്നു തന്നത്. ജീവിതം എത്ര ബിസി ആയാലും എല്ലാവരും തങ്ങളുടെ സുഹൃത്തുക്കളെ കാണാൻ സമയം കണ്ടെത്തണം. നമുക്കെല്ലാം തിരക്കായ ഷെഡ്യൂളുകളായിരിക്കും ഉണ്ടാവുക. പക്ഷേ നമ്മൾ സുഹൃത്തുക്കളെ എപ്പോഴൊക്കെ കണ്ടുമുട്ടുന്നുവോ അപ്പോഴൊക്കെ ജീവിതത്തിന്റെ കഴിഞ്ഞ കാലങ്ങളിലേക്ക് പോവുകയും ജീവിതത്തിന്റെ ഉപ്പും മധുരവും അനുഭവിക്കുകയും ചെയ്യും. അത് കൊള്ളാം, കൃത്യമായ അഭിപ്രായം. പക്ഷേ ലക്ഷ്മി, ഈ കാലത്ത് ആളുകൾക്ക് ഒരുമിച്ചിരിക്കാൻ തന്നെ സമയമില്ല. പിന്നെയാണോ സൗഹൃദ കൂട്ടായ്മകൾ? പിന്നെ നിനക്കറിയാമോ, ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ സുഹൃത്തുക്കളോടും കുടുംബത്തോടും ഓരോ നിമിഷവും ആത്മാർത്ഥമായി ജീവിച്ചിരുന്നവരായിരുന്നു. ഇപ്പോൾ അങ്ങനെയാണോ? ഒരാൾക്കും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ സമയമില്ല. സത്യം മുത്തച്ഛ, നിങ്ങളെല്ലാവരും ആ സമയത്ത് എങ്ങനെയായിരുന്നു സമയം ചെലവഴിച്ചിരുന്നത്? അങ്ങനെ ചോദിച്ചാൽ അത് എവിടെ നിന്ന് തുടങ്ങണമെന്നറിയില്ല. ഓരോ സന്ധ്യയും ഞങ്ങൾ വീട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ബസ്സുകളിൽ അല്ലെങ്കിൽ ലോക്കൽ ട്രെയിനുകളിൽ ഞങ്ങൾ ഭജനകൾ പാടി, ലോകസംഗീതങ്ങൾ ചൊല്ലി, അന്താക്ഷരി കളിച്ചു, വാർത്തകൾ ചർച്ച ചെയ്തു, കഥകൾ പങ്കുവച്ചു. പക്ഷെ ചിലപ്പോഴൊക്കെ ഒറ്റപ്പെട്ട ഇടവേളകളിൽ പരസ്പരം അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു. പൊതുഗതാഗതം ഒരു ഹരിതയാത്ര പോലെയാണ് തോന്നിയിരുന്നത്. പ്രിയപ്പെട്ടവരുമായി സമയം പങ്കുവച്ചപ്പോൾ അതാത് ദിവസത്തെ തളർച്ചയും ക്ഷീണവും അവശേഷിച്ചില്ല. ആണോ മുത്തച്ഛ? അത്രയും ആസ്വദിച്ചോ? പിന്നെ എന്തായിരുന്നു ആ കാലം? അതൊക്കെ മാറി. ബസ്സുകളിൽ നിന്നും ആളുകൾ സ്കൂട്ടറുകളിലേക്ക്, പിന്നെ കാറുകളിലേക്കും മാറി. യാത്ര സുഖകരമായിരുന്നുവെങ്കിലും മനുഷ്യബന്ധങ്ങളുടെ സ്നേഹം കുറഞ്ഞു. ഇപ്പോൾ വർഷങ്ങൾ കടന്നു പോകുമ്പോൾ നമുക്ക് ഒരുമിച്ച് സംസാരിക്കാൻ പോലും സമയം കിട്ടുന്നില്ല. അത് സത്യം. സാങ്കേതിക വിദ്യയിൽ എത്രയെത്ര പുരോഗതി ഉണ്ടായിരുന്നാലും ദൂരങ്ങൾ കൂടി വരുന്നു. നമ്മുടെ കൈകളിൽ ഫോണുണ്ട്, പക്ഷെ കോളുകൾ ചെയ്യാൻ സമയമില്ല തന്നെ. വീട്ടിൽ കാറുകളുണ്ട്, എങ്കിൽ ആരെങ്കിലും സന്ദർശിക്കാൻ ബുദ്ധിമുട്ടുമാണ്. കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് പെട്ടെന്ന് കുറെ സുഹൃത്തുക്കൾ വീട്ടിൽ വന്നു, മുൻകരുതൽ ഒന്നുമില്ലാതെ. പക്ഷെ അത് ഞങ്ങൾക്കൊരിക്കലും ബുദ്ധിമുട്ടായില്ല. അതിഥി ദേവോ ഭവ എന്നത് ഒരു വാക്കല്ല, അത് ഞങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ചിരുന്ന ഒരു ഭാവമായിരുന്നു. അതെ അതെ, ഇന്നത്തെ കാലത്ത് മാസങ്ങളും വർഷങ്ങളും കടന്നു പോകുമ്പോൾ റീയൂണിയന്റെ പേരിൽ ഒരു ഒത്തുകൂടൽ, അത്രമാത്രം. ലക്ഷ്മി, നിനക്കറിയാമോ, പ്രായം കൂടുമ്പോൾ ഒരു പാർക്കിൽ രാവിലെ മുതിർന്നവർ തമ്മിൽ കണ്ട് സംസാരിക്കുമ്പോൾ അത് ദിവസത്തിന്റെ തന്നെ ഏറ്റവും സന്തോഷകരമായ കാര്യമായി മാറും. അങ്ങനെയും കഴിയാതിരുന്നാൽ ഏകാന്തത വീർപ്പുമുട്ടിക്കും. ജീവിത സഖികൾ കൂടി ഇല്ലാതായി പോയാൽ അത് ചിന്തിക്കാൻ കൂടി കഴിയാത്ത അവസ്ഥയാവും. ചിലപ്പോൾ ഞാൻ ഓർക്കും, ചിലർക്ക് എല്ലാം ഉണ്ടാകും, പക്ഷെ അത് പങ്കുവയ്ക്കാൻ ഒരാളുമില്ല. ജീവിതം കഠിനമായി തീരും. ആശങ്ക, ഏകാന്തത, ദുഃഖം, ഇതൊക്കെ ഒരാളുടെ ആത്മാവിനെ കീറി മുറിക്കും. ഓ മുത്തച്ഛ, കേൾക്കുമ്പോൾ തന്നെ സങ്കടം വരുന്നു. പ്രായമായവരിൽ വിഷാദം നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ദുർബലമായ പ്രതിരോധ ശക്തി, വിശപ്പില്ലായ്മ, ആരോഗ്യക്കുറവ്, അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ. ഇന്നാൾ ഒരു സെമിനാറിൽ പങ്കെടുത്തപ്പോൾ വയോജനങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുള്ള 4 ഡികളെ കുറിച്ച് കേട്ടു. അതെന്താ ലക്ഷ്മി ഈ 4D? പണ്ടത്തെ 4ാം ക്ലാസ്സിലെ ഡി ആണോ? നല്ല കോമഡി. മുത്തച്ഛ, ഡിപ്രഷൻ, ഡെലീരിയം, ഡിമെൻഷ്യ, ഡെല്യൂഷൻ എന്നിവയാണ് ഈ 4 ഡികൾ. അതിൽ ഡിപ്രഷൻ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. എന്നാൽ അതിന് ഒരു പരിഹാരമുണ്ട്. അത് നമ്മുടെ സംസ്കാരത്തിൽ ഗഹനമായി അടങ്ങിയിരിക്കുന്നു. ഓ, നീ പറയുന്നത് യോഗയും ശ്വാസവായു വ്യായാമങ്ങളുമാണോ? അതെ മുത്തച്ഛ, ധ്യാനവും യോഗയും പ്രാണായാമവും ശീലിക്കുന്നത് നല്ലത് തന്നെയാണ്. ഒപ്പം മനഃശാസ്ത്ര സേവനങ്ങളും ലഭ്യമാക്കണം. നമ്മുടെ സ്വന്തം പാരമ്പര്യങ്ങളിൽ അങ്ങനെ പലതുമുണ്ട്. എന്നാൽ നമുക്കത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രയോഗിക്കാൻ പലപ്പോഴും കഴിയാറില്ല. അതുകൊണ്ട് തന്നെ ഡിപ്രഷനും ഡെലീരിയയുമൊക്കെ തുടങ്ങുമ്പോൾ തന്നെ നീ പറയുന്നത് പോലെ സൈക്കോളജിസ്റ്റിന്റെ സേവനം ഉറപ്പുവരുത്തണം. അത് ശരിയാ മുത്തച്ഛ. പ്രായമായവരിൽ ഡിപ്രഷൻ അവരുടെ പ്രതിരോധ ശക്തിയെ കുറയ്ക്കുകയും ആരോഗ്യത്തെ ദുർബലമാക്കുകയും ചെയ്യുന്നു. എന്നാൽ ഒരു സന്തോഷ വാർത്തയുണ്ട്. സന്തോഷ വാർത്തയോ? അതെന്താ? അത് ഞാൻ പറയാം. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം നിരവധി പിന്തുണകൾ നൽകുന്നു. നിരവധി പദ്ധതികൾ നമ്മുടെ പ്രായമായ പൗരന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. പലപ്പോഴും കുട്ടികൾ മറ്റൊരു നഗരത്തിലേക്ക് പോയാലോ, ജീവിതസഖി ഒഴിഞ്ഞു പോയാലോ, ഏകാന്തമായി പോകുന്നവർക്ക് വേണ്ടി
മന്ത്രാലയം കൌൺസിലിംഗ് സേവനങ്ങളും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. കൗൺസിലിംഗ് അതെങ്ങനെ ഏകാന്തത അല്ലെങ്കിൽ ഡിപ്രഷൻ കൈകാര്യം ചെയ്യുന്നതിന് സഹായകമാകും? ഈ കൌൺസിലിംഗ് സെഷനുകൾ വിദഗ്ധരായ മനഃശാസ്ത്രജ്ഞന്മാരോ മാനസികാരോഗ്യ പ്രൊഫഷണലുകളോ ആണ് കൂടുതലായും നടത്തുന്നത്. ആർക്കും ചെയ്യാവുന്ന ഒന്നല്ല കൌൺസിലിംഗ് എന്നുകൂടി മനസ്സിലാക്കണം. ശാസ്ത്രീയമായൊരു പദ്ധതിയാണത്. അതേക്കുറിച്ച് അറിയാൻ ഞാനൊരു മനഃശാസ്ത്രജ്ഞനെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് നമുക്കൊന്ന് കേട്ടാലോ? വയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുമ്പോൾ ഗൗരവമേറിയ പ്രശ്നങ്ങൾ ഐസൊലേഷനും ലോൺനെസ്സുമാണ്. ദാറ്റ് മീൻസ് ഒരു ഐസൊലേഷൻ എന്ന് പറയാൻ അറിയാലോ, ഒറ്റപ്പെടൽ. അതുപോലെ തന്നെ അവരെല്ലാറ്റിൽ നിന്നും ഒറ്റപ്പെട്ടിരിക്കുന്നു ആ സമയമാകുമ്പോൾ. അതാണ് പൊതുവെ കണ്ടുവരുന്നത്. അതുപോലെ ലോൺനെസ്, ഏകാന്തത. സാധാരണഗതിയിൽ ഇതിന്റെ റീസൺസ് പലതാണ്. കോമൺ ആയിട്ട് പൊതുവായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യം മക്കളാൽ ഉപേക്ഷിക്കപ്പെടുക അല്ലെങ്കിൽ കുടുംബത്താൽ ഉപേക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് പൊതുവെ കണ്ടുവരുന്ന കാര്യം. റിജക്ഷൻ, ശരിക്കും പറഞ്ഞാൽ സൗകര്യപൂർവ്വം മറന്നു കളയുക എന്ന് പറയുന്നത് ഒരു തലമുറയുടെ തന്നെ മേൽവിലാസമായിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഈ ഒറ്റപ്പെടലും ഏകാന്തതയും സാധാരണയായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് വയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ ആ സമയം അവരെ സംബന്ധിച്ച് നഷ്ടബോധങ്ങളുടെ കാലമാണ്. അവരുടെ ജീവിതത്തില് പ്രിയപ്പെട്ടവർ നഷ്ടപ്പെടുക, പ്രായം കുറയാകുമ്പോഴത്തേക്കും അറിയാമല്ലോ, നഷ്ടങ്ങളുടെ കണക്കും കൂടിക്കൂടി വരും. ഒരുപാട് നഷ്ടങ്ങളുണ്ടാവാം. മക്കളുടെ രൂപത്തിൽ മക്കൾ നഷ്ടപ്പെട്ടവരുണ്ടാവാം, വസ്തുവകകൾ നഷ്ടപ്പെട്ടവരുണ്ടാവാം, ഒരുപാട് തരം നഷ്ടങ്ങളുണ്ടാവാം. അതിന്റെ നഷ്ടബോധവും പേറിയായിരിക്കും ശിഷ്ടകാലം അവർ ജീവിക്കുക. അതൊരു വലിയ പ്രശ്നമാണ്. അതുപോലെ ജീവിതത്തിൽ അവർക്ക് പിന്നെ പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമില്ല എന്ന് തോന്നൽ. ലക്ഷ്യമില്ലാത്തത് കൊണ്ടല്ല, ലക്ഷ്യമില്ല എന്ന് ആ ശൂന്യതാബോധത്തിൽ നിന്നുണ്ടാകുന്ന ഒരു തോന്നൽ. അതും അർത്ഥരഹിതമാണ് ജീവിതം എന്ന ഒരു ചിന്താഗതിയിലേക്ക് അവരെ എത്തിക്കും. അങ്ങനെ ആകെ ഇരുണ്ട ഒരു കാലമാണ് തങ്ങൾ കടന്നു പോകുന്നത് എന്ന് പൊതുവെ ഈ പ്രായം ചെന്നവർ കരുതാറുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ അല്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അവർക്കത് മനസ്സിലാവണമെന്നില്ല, അവർക്കറിയണമെന്നില്ല. ഏത് വേദനയും ഏത് വേർപാടും ഏത് നഷ്ടവും അതനുഭവിക്കുന്നവരെക്കാൾ നന്നായിട്ട് മറ്റാർക്കും മനസ്സിലാവില്ല. അത്തരം അവസരങ്ങളിലാണ് ഈ മുതിർന്നവർക്ക് വേണ്ട സൈക്കോളജിസ്റ്റിന്റെ സേവനമോ കൗൺസിലറുടെ സേവനമോ ഒക്കെ ആവശ്യമായിട്ട് വരുന്നത്. ഈ മുതിർന്നവർക്ക് വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗ് വളരെയധികം പ്രചാരത്തിലുള്ള ഒരു കാര്യമാണ്. അവർക്ക് വേണ്ടത് ഒരു സപ്പോർട്ടീവായിട്ടുള്ള ചില തെറാപ്പികളാണ്. കൗൺസിലിംഗ് തെറാപ്പി അല്ലെങ്കിലും കൗൺസിലിംഗ് അവരെ വല്ലാതെ സഹായിക്കുന്നത് കാണാറുണ്ട്. ഒരു ഫീലിംഗ് ഓഫ് ബിലോങ്ങിങ്നെസ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നും നമ്മൾക്ക് സ്വന്തമായി ചിലതൊക്കെ ഉണ്ടെന്നും ചിലരൊക്കെ ഉണ്ടെന്നും അവരെ കൊണ്ട് തോന്നിപ്പിക്കുക എന്നുള്ളതാണ് അവരെ ഇത്തരം നിരാശയിൽ നിന്നും വിഷാദത്തിൽ നിന്നുമൊക്കെ മോചിപ്പിക്കാനുള്ള ആദ്യ പടി. വിഷാദത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ പ്രായമേറിയവരെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ എളുപ്പത്തിലുണ്ടാകാവുന്ന ഒരവസ്ഥയാണ് വിഷാദം, ഡിപ്രഷൻ. അത് പ്രത്യേകിച്ച് മറ്റു കാരണങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. സാധാരണഗതിയിൽ മറ്റുള്ളവർക്ക് വരുന്ന വിഷാദരോഗം പോലെ പ്രത്യേകിച്ച് കാരണങ്ങൾ ഉണ്ടാവണമെന്നില്ല. ഈ പ്രായമേറിയവർ അനുഭവിക്കുന്ന ഈ സാധാരണ സംഭവങ്ങൾ കൊണ്ട് തന്നെ അവർ വിഷാദത്തിന് അടിമപ്പെട്ടേക്കാം. അങ്ങനെയുള്ള അവസരങ്ങളിൽ ഒരു മനഃശാസ്ത്രജ്ഞന്റെയോ ഒരു കൗൺസിലറുടെയോ സേവനം അവർക്ക് വളരെയധികം ഗുണം ചെയ്യും. കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഉപദേശമല്ല എന്ന് പ്രത്യേകിച്ച് ഓർക്കണം. അത് മറ്റുള്ളവരുടെ സങ്കടങ്ങൾ പങ്കുവയ്ക്കാനുള്ള, അവരുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയാനുള്ള, അവയുമായി താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് പരിഹരിക്കാനും പ്രശ്നങ്ങൾ മറികടക്കാനും അവരെ പ്രേരിപ്പിക്കുന്ന, അവരെ സഹായിക്കുന്ന ഒരു പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഏജ്ഡ് ആയിട്ടുള്ള വാർദ്ധക്യത്തിലെത്തുന്ന ആളുകൾക്ക് ഇത് വളരെയധികം സഹായകരമായ ഒരു കാര്യമാണ്. അത് വിഷാദത്തിന്റെ ചികിത്സയല്ലെങ്കിലും വിഷാദത്തിന് മറ്റ് ചികിത്സകൾ തേടാനും, വിഷാദമാണെന്ന് തിരിച്ചറിഞ്ഞ് വിഷാദ രോഗമാണെന്ന് തിരിച്ചറിയാൻ, അതുപോലെ അതിന് വേണ്ട ചികിത്സ നേടാനുമൊക്കെ ഈ മുതിർന്നവരെ സഹായിക്കും. അതുകൊണ്ട് തന്നെ പ്രായമേറിയവരെ സംബന്ധിച്ചിടത്തോളം പ്രായമേറിയവരെ പരിചരിക്കുന്ന കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് തന്നെ സൈക്കോളജിസ്റ്റുകൾക്കും കൗൺസിലേഴ്സിനും ഒക്കെ നിർവഹിക്കാനുണ്ട്. സപ്പോർട്ടീവ് തെറാപ്പീസും കൗൺസിലിംഗും ഒക്കെ വളരെയധികം ആവശ്യമായി വരുന്ന ഒരു സമൂഹമാണ് മുതിർന്നവരുടേത്. മനഃശാസ്ത്രജ്ഞർ എങ്ങനെയാണ് ആളുകളെ മാനസികവും വികാരാത്മകവുമായ ദുഃഖങ്ങളെ അതിജീവിക്കാൻ സഹായിക്കുന്നുവെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ശരിയാണ്. നമുക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന അവസരങ്ങളിൽ ചില പ്രത്യേക ആളുകൾ നമ്മളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരും. അവരുടെ വാക്കുകൾ നമ്മളെ വീണ്ടെടുക്കും. സത്യം. പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഇതുപോലെ ടെൻഷൻ കയറി കൈവിട്ടു പോയപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടു. ആ കൗൺസിലിംഗ് കിട്ടാതിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയേനെ.
അതുകൊണ്ട് എന്റെ അഭിപ്രായം മാസത്തിൽ ഒരു തവണയെങ്കിലും മുതിർന്നവർക്ക് സൈക്കോളജിക്കൽ സേവനം കിട്ടണമെന്നാണ്. ലക്ഷ്മി, എന്റെ സുഹൃത്ത് നരേഷിനെ നിനക്കറിയില്ലേ? ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ശേഷം അവന്റെ ആരോഗ്യസ്ഥിതി വളരെ മെച്ചപ്പെട്ടിരുന്നു. പക്ഷെ അവന്റെ കുട്ടികൾ മികച്ച തൊഴിലവസരങ്ങൾക്കായി യുഎസിലേക്ക് പോയി. അതിനുശേഷം നരേഷിന് ഡിപ്രഷൻ പിടിപെട്ടു. അവന്റെ ആഹാരം കുറഞ്ഞു. പരിചരിക്കാൻ ആരുമില്ലാത്തതിനാൽ അദ്ദേഹത്തിന്റെ ഹൃദയനില മാറി. ഈ ക്ഷേമ പദ്ധതികളെക്കുറിച്ച് ആരെങ്കിലും നരേഷിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അവൻ എത്രയും വേഗം ആരോഗ്യനില വീണ്ടെടുക്കാമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം കുട്ടികളുടെ കൂടെ അമേരിക്കയിലാണെങ്കിലും അവൻ എപ്പോഴും ഏകാന്തത അനുഭവപ്പെടുന്നു. എത്ര ദൂരമായാലും വീടെന്നത് വീടാണ്. വായു, ഭക്ഷണം, ഭാഷ എല്ലാം മറ്റുള്ളിടത്ത് നമ്മളുമായി ദുർബലമായ ബന്ധമാണ് പുലർത്തുന്നത്. ഡിപ്രഷൻ വീണ്ടും നരേഷിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. മുത്തച്ഛ, ധ്യാനമാണ് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ ഏറ്റവും നല്ലതെന്ന് കേട്ടിട്ടുണ്ട്. ശരിയാണോ? ധ്യാനം അത് ശരിയായി ചെയ്യുമ്പോൾ മനസ്സിന്റെ ആരോഗ്യം കൂടുതൽ ശക്തിയുള്ളതാകുന്നു. അത് അസ്വസ്ഥതയെ കുറയ്ക്കുന്നു. നെഗറ്റീവ് ചിന്തകൾ ഡോമിനേറ്റ് ചെയ്യാൻ അനുവദിക്കുന്നില്ല. യഥാർത്ഥത്തിൽ 60 വയസ്സിന് ശേഷമുള്ളവർ വിരമിച്ച് സ്വസ്ഥരായിരിക്കണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ശ്രദ്ധിക്കാത്ത പക്ഷം നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രദ്ധ അടക്കമുള്ളതെല്ലാം അവതാളത്തിലാകും. സ്വസ്ഥമായ അവസ്ഥയാണ് ധ്യാനം. അസ്വസ്ഥത ഏതുമില്ലാതെ ഒരാൾ അയാളുടെ ജോലി ചെയ്യുമ്പോൾ അനുഭവിക്കുന്നതും ധ്യാനം തന്നെയാണ്. വാവ്, ഒരു കവിത പോലെ ഗംഭീരം. ഇത് കവിതയാണെങ്കിലേ ഞാൻ ധ്യാനത്തെക്കുറിച്ചൊരു കഥ പറഞ്ഞുതരാം. ഒരിക്കൽ നരേന്ദ്രൻ ശ്രീരാമകൃഷ്ണന്റെ ആശ്രമത്തിലെ അരണ്ട വെളിച്ചമുള്ള മുറിയിൽ ധ്യാനിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങോട്ട് കടന്നു വന്ന ശ്രീരാമകൃഷ്ണൻ എല്ലാവരോടും ചോദിച്ച ചോദ്യം നരേന്ദ്രനോടും ചോദിച്ചു. എന്താകാനാണ് ആഗ്രഹം? ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ വെളിച്ചം കുറഞ്ഞ മുറിയിലിരുന്ന് ജപമാല എണ്ണി ധ്യാനിച്ചുകൊണ്ടിരിക്കണമെന്നായിരുന്നു നരേന്ദ്രന്റെ മറുപടി. ഗുരു ദേഷ്യം വന്ന് നരേന്ദ്രനോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. അതിനു മാത്രം താൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് വിനയാന്വിതനായി നരേന്ദ്രൻ ചോദിച്ചു. ഗുരു പറഞ്ഞു, നരേന്ദ്ര, നിന്നെക്കുറിച്ച് എനിക്ക് ഒരു സ്വപ്നമുണ്ടായിരുന്നു. തിഷണാശാലിയായ നീ ആശ്രമത്തിന് പുറത്ത് ആയിരങ്ങൾക്ക് താങ്ങും തണലുമാകുന്ന ഒരു വൻമരമാകും എന്നായിരുന്നു ഞാൻ കരുതിയത്. പക്ഷേ കഷ്ടം, നീ പറയുന്നു ആശ്രമത്തിനകത്ത് ജപമാല എണ്ണി ധ്യാനിക്കണമെന്ന്. ലജ്ജ തോന്നുന്നു നരേന്ദ്ര. ഗുരുവിന്റെ ഈ വാക്കുകളാണ് നരേന്ദ്രനെ വിവേകാനന്ദനാകാൻ പ്രേരിപ്പിച്ചത്. സൂപ്പർ കഥ മുത്തച്ഛ. വേറെ ഉണ്ടോ ഇതുപോലെ? പിന്നില്ലേ, നിങ്ങളുടെ തലമുറയ്ക്ക് എന്താ കഥയുമില്ല കാര്യവുമില്ല. ഞങ്ങളുടെ തലമുറ ഇങ്ങനെ കർമ്മത്തെ ധ്യാനമാക്കിയവരാണ്. സമ്മതിച്ചു മുത്തച്ഛ. എന്തായാലും അതേക്കുറിച്ച് കൂടുതൽ കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ ആരോട് ചോദിക്കും? ലക്ഷ്മി, ഇതാ പറയുന്നേ, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന്. നിന്റെ കൂട്ടുകാരി ശ്രുതിയുടെ ചെറിയച്ഛൻ യോഗയിൽ ഡിപ്ലോമ എടുത്ത ആളാണ്. അയ്യോ, അത് മറന്നു. എന്നും കാണുന്നവരാ. അവരോട് തന്നെ ചോദിക്കാം. യോഗ ഒരു ജീവിത രീതിയാണോ ചികിത്സാ രീതിയാണോ? കാരണം പലയിടത്തും യോഗ തെറാപ്പി എന്ന് പ്രയോഗിച്ച് കേട്ടിട്ടുണ്ട്. യോഗയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും യോഗ ഒരു ജീവിത രീതി തന്നെയാണ്. നമ്മുടെ ഭക്ഷണം, അതേപോലെ തന്നെ നമ്മുടെ വിശ്രമം പറഞ്ഞ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ശരിയായ ഭക്ഷണം, ശരിയായ വിശ്രമം, ശരിയായ വ്യായാമം. അപ്പൊ കൃത്യമായിട്ട് ഒരു അടുക്കും ചിട്ടയും ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതം അതിനനുസരിച്ച് ഉള്ള മാറ്റം ഉണ്ടാവും. ഈ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് എന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉണ്ടാവും. അത് തീർച്ചയായിട്ടും ആ ജീവിത രീതി തന്നെയാണ് യോഗ എന്നത്. യോഗയ്ക്ക് ശാരീരിക അസുഖങ്ങൾ എങ്ങനെയാണ് സ്വാധീനിക്കാനാവുന്നത്? തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു, ഈ അസുഖങ്ങൾ എന്ന് പറഞ്ഞത് സുഖമല്ലാത്തതെന്തോ അത് അസുഖം തന്നെയാണ്. അത് ശാരീരികമാകാം, മാനസികമാകാം. അതിന് പ്രധാനപ്പെട്ടത് നേരത്തെ പറഞ്ഞതുപോലെ ഭൂരിഭാഗം ആൾക്കാരിലും വരുന്നത് ആദി തന്നെയാണ്. ആ ആദിയിലൂടെയാണ് ആ വ്യാധിയാകുന്നത്. വ്യാധിയിലൂടെയാണ് ആദീജവ്യാധി എന്ന തലത്തിലേക്ക് വരുന്നത്. സ്വാഭാവികമായിട്ട് ഒരു ചെറിയൊരു ഉദാഹരണം, നമ്മുടെ നിരന്തരമായിട്ട് ടെൻഷനോടുകൂടെ നമ്മുടെ നിത്യജീവിതം കടന്നു പോകുമ്പോൾ ഉറപ്പാണ്, 100% ഉറപ്പിച്ച് പറയുന്നു, ആ വ്യക്തി ഒരു ഡയബറ്റിക് പേഷ്യന്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞ BP ഉള്ള, ബ്ലഡ് പ്രഷർ ഉള്ള, രക്തസമ്മർദ്ദത്തിന് അടിമയായ പേഷ്യന്റോ ആയിരിക്കും. അതിന് ഒരു സംശയവുമില്ല. കാരണം അത് വ്യക്തിയുടെ ഈ പറഞ്ഞതുപോലെ മറ്റൊന്ന് ചിലപ്പോൾ അയാൾ കൃത്യമായിട്ട്, നമ്മൾ പലരും പറയുന്നുണ്ട്, എങ്ങനെ ഈ ചില ആൾക്കാർ പെട്ടെന്ന് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, ശാരീരികമായിട്ട് വരുമ്പോൾ പലരും പറയുന്നുണ്ട്, എങ്ങനെ നടന്ന ആൾക്കാരാണ് പക്ഷെ ഇങ്ങനെ ആയിപ്പോയത്. തീർച്ചയായിട്ടും അയാളുടെ ചരിത്രത്തെ അല്ലെങ്കിൽ അയാളുടെ
ജീവിതചര്യയെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ മനസ്സിലാവും അതിന് കാരണം എന്താണെന്നുള്ളത്. വയോജനങ്ങൾക്ക് യോഗ എത്രത്തോളം പ്രയോജനപ്രദമാണ്? നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റേജുകളുണ്ട്, കാലഘട്ടങ്ങളുണ്ട്. ആ കാലഘട്ടത്തിൽ ആദ്യത്തെ കാലഘട്ടത്തിൽ പഠനം, രണ്ടാമത്തെ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഗാർഹസ്ഥ്യ ജീവിതം, അതേപോലെ തന്നെ ജോലി, അത്തരത്തിലേക്ക് കടന്നുകൂടും. മൂന്നാമത്തെ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വാർദ്ധക്യത്തിലേക്ക് കടക്കുന്ന, അതിലേക്ക് മൂന്നാമത്തെ കാലഘട്ട വാർദ്ധക്യത്തിലേക്ക് നമുക്ക് കാണാം. അങ്ങനെ വരുമ്പോൾ ഈ തന്റെ കടമകളും കർത്തവ്യങ്ങളും ഒക്കെ ഇങ്ങനെ കഴിഞ്ഞിട്ട് ഒരു റിലാക്സേഷൻ എന്നൊരു തരത്തിലേക്ക് മാറുന്ന അവസ്ഥയാണ്. അപ്പൊ പലരും ആക്റ്റീവായവർക്ക് പലർക്കും അവിടെ പ്രവർത്തിക്കാനുള്ള അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു അവസ്ഥ ഇല്ലാതാകുന്നു. അതേപോലെ തന്നെ മറ്റു പലരും പല പ്രശ്നങ്ങളും പല കാര്യങ്ങളും കാരണങ്ങളും അവിടെ ഉണ്ടാകും വാർദ്ധക്യ സമയത്ത്. അപ്പോൾ അതില് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഏറ്റവും പ്രധാനമായിട്ട് ആഗ്രഹിക്കുന്നത് സ്വസ്ഥത, സന്തോഷം. സാധാരണയായിട്ട് ഏത് മുതിർന്ന ഒരാളോട് സംസാരിച്ചാലും അല്പം സ്വസ്ഥത വേണം എന്ന തരത്തിലായിരിക്കും ആ വ്യക്തി പറയുന്നത്. അപ്പോൾ ആ സ്വസ്ഥതയും സന്തോഷവും തീർച്ചയായിട്ടും യോഗ പരിശീലനത്തിലൂടെ വ്യക്തിക്ക് അതിനെ നമുക്ക് തുടർച്ചയായിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും. വയോജനങ്ങളിൽ പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് ഏറെയും. അങ്ങനെയുള്ളവർ യോഗയെ എങ്ങനെയാണ് സമീപിക്കേണ്ടത്? നമ്മുടെ ഈ വയോജനങ്ങളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതാണ് രക്തസമ്മർദ്ദം, അതുപോലെ തന്നെ പ്രമേഹം പോലുള്ള പ്രശ്നങ്ങൾ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, നേരത്തെ പലപ്പോഴും പറഞ്ഞു വന്നിട്ടുണ്ട്, ഈ പറഞ്ഞ ജീവിത സാഹചര്യം, ഭക്ഷണ കാര്യങ്ങളിലായാലും അതുപോലെ തന്നെ വിശ്രമമില്ലായ്മ, കൃത്യമായിട്ടുള്ള ഉറക്കമില്ലായ്മ, വിഷയങ്ങളിൽ നിന്നും വിഷയങ്ങളിലേക്ക് മാത്രം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് മാനസികമായിട്ട് വിഷയങ്ങളുടെ പുറകിലേക്ക് പോകുന്ന ഒരു അവസ്ഥ. അപ്പൊ ഇത്തരത്തിലുള്ളവരെ ശരിക്കും പറഞ്ഞാൽ യോഗ എന്നൊരു തരത്തിലേക്ക്, യോഗാഭ്യാസത്തിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ളവരെ ശരിക്കും ആസനകൾക്കോ പ്രാണായാമത്തിനോ ആദ്യം കൊടുക്കുന്നതിനേക്കാൾ മുമ്പ് ഇവർക്കൊരു ആദ്യം ഒരു റിലാക്സേഷനാണ് അവിടെ നൽകുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പൊ ഒരു പൂർണ്ണമായിട്ടൊരു റിലാക്സേഷൻ. അപ്പൊ അതിനോട് പൊരുത്തപ്പെടുവാനായിട്ടും അത്തരത്തിലുള്ള സാഹചര്യങ്ങളെ പൊരുത്തപ്പെടാനായിട്ടും ഇത്തരത്തിൽ ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുവാനും അത്തരത്തിൽ അതിനോട് ഒത്തുപോകാനും ഇവർക്ക് സാധിക്കണം. മാനസികമായിട്ട് അതിന് സാധിക്കണം. അതിനൊരു പരുവപ്പെടുത്തി എടുക്കുക, അതിന് പാകപ്പെടുത്തി എടുക്കുക എന്നതാണ് ശരിക്കും ഈ വയോജനങ്ങളിൽ അല്ലെങ്കിൽ പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയ ബുദ്ധിമുട്ടുള്ളവരെ നമ്മുടെ ഇങ്ങനെ അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ അവരിങ്ങനെ യോഗ ക്ലാസ്സിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ യോഗ അഭ്യസിക്കാനായിട്ട് വരുമ്പോൾ ശരിക്കും അവർ അത്തരക്കാർ ചെയ്യേണ്ടത് അത്തരത്തിലുള്ള പ്രക്രിയകൾ, സാഹചര്യങ്ങൾ ഒരുക്കുന്നു. ആദ്യം അതിന്റെ സാഹചര്യങ്ങൾ ഒരുക്കുന്നു. അത്തരത്തിലുള്ള വെറുതെ കുറച്ചു സമയം ഇരുന്ന് സംസാരിക്കുന്നത് പോലും റിലാക്സേഷന്റെ ഭാഗമാണ്. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് സാഹചര്യത്തിലൂടെ ഈ പറഞ്ഞ ആസനകളിലേക്കും പ്രാണായാമത്തിലേക്കും കടന്ന് അതിലൂടെ പിന്നെ ശവാസന അതുപോലെ തന്നെയാണ്. അതിലും അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള രീതിയുണ്ട്. അപ്പൊ ഈ റിലാക്സേഷൻ പോസ്റ്റേഴ്സ് ധാരാളമുണ്ട്. അപ്പൊ ആ റിലാക്സേഷൻ പോസ്റ്റേഴ്സും അവിടെ ശീലമാക്കിക്കൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ളവരെ തീർച്ചയായിട്ടും നമുക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. മുത്തച്ഛ, യോഗയും ധ്യാനവും ജീവിതം ശരിയായ ദിശയിൽ നയിക്കാൻ വലിയ പ്രാധാന്യം നൽകുന്നു എന്നാണ്. മനസ്സും മസ്തിഷ്കവും ശാന്തമായി പ്രവർത്തിക്കുമ്പോൾ ജീവിതം സുഗമമായി മുന്നേറുന്നു. നല്ലപോലെ പരിപാലിച്ച കാറിന്റെ സ്പീഡും മൈലേജും പോലെയാണത്രേ അത്. ആഹാ, നീ എഞ്ചിനീയറെ പോലെയാണ് സംസാരിക്കുന്നത്. ജീവിതത്തിന്റെ എഞ്ചിനീയർ. വാസ്തവത്തിൽ അത് എനിക്കുള്ള അംഗീകാരമല്ല. നമ്മുടെ എല്ലാ ശ്രോതാക്കളും ഇപ്പോൾ ഈ അറിവ് അവരുടെ സ്നേഹിതരോടും പങ്കുവയ്ക്കട്ടെ. അങ്ങനെ അവരുടെ ഏകാന്തതയിൽ യോഗയും ധ്യാനവും മികച്ച സഹചാരികളായിരിക്കട്ടെ. ഞാനെങ്കിൽ ഉടനെ എന്റെ സുഹൃത്തുക്കളുമായി ഒരു കൂടിച്ചേരൽ വിളിച്ച് ഈ വിലപ്പെട്ട വിവരങ്ങളെല്ലാം പങ്കുവയ്ക്കാമെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ വലിയതും പലപ്പോഴും അവഗണിക്കപ്പെട്ടതുമായ പ്രശ്നമാണ്. എന്നാൽ ഇപ്പോൾ എത്ര എളുപ്പത്തിൽ ഇത് പരിഹരിക്കാമെന്ന് നമുക്ക് നന്നായി അറിയാം. ഇപ്പോൾ നമുക്ക് ഏകാന്തത കൗശലമായി മറികടന്ന പ്രിയപ്പെട്ടവരുടെ വാക്കുകൾ കേൾക്കാം. എന്റെ പേര് ഏലിയാമ്മ എന്നാണ്. ഞാൻ താമസിക്കുന്നത് അമ്പൂരിയാണ്. എനിക്ക് 2 മക്കളുണ്ട്. അവര് കല്യാണം കഴിഞ്ഞ് ദൂര സ്ഥലങ്ങളിൽ കുടുംബമായിട്ട് താമസിക്കുന്നു. മക്കളൊക്കെ പോയതിനു ശേഷം എനിക്ക് ഒരുപാട് ഏകാന്തത ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ സംസാരിക്കുന്നത്. ഞാനിത് എന്റെ ഈ ഏകാന്തത അല്ലെങ്കിൽ എന്റെ ഈ ഒറ്റപ്പെടൽ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കൃഷിത്തോട്ടമുണ്ട്, ചെറുതായിട്ട് അടുക്കള കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പാട്ട് കേൾക്കാറുണ്ട്, കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ട്. ഇതിൽ നിന്നെല്ലാം കൂടുതലായിട്ട് ഞാനൊരു യോഗ ക്ലാസ്സിന് ചേരുകയുണ്ടായി. എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് വഴിയാണ് ഞാൻ അതിൽ ചേർന്നത്. ഇപ്പൊ എനിക്ക് അവരുമായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളെ അതിൽ നിന്ന് എനിക്ക് കിട്ടി.
അവരുമായിട്ട് ഞങ്ങള് കുറച്ച് സ്ഥലങ്ങള് അല്ലെങ്കിൽ ഞങ്ങള് ഒരുപാട് പേരായിട്ട് വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഞങ്ങൾ അതിൽ നിന്ന് എനിക്കൊരു നല്ല എനർജി കിട്ടി. ഇപ്പൊ എനിക്ക് അങ്ങനെയുള്ള ഒരു ഏകാന്തത എന്റെ ജീവിതത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. അതോടൊപ്പം തന്നെ ഞാൻ കുഞ്ഞുനാളിൽ പഠിച്ചിരുന്നതായ തയ്യലും എംബ്രോയിഡറിയൊക്കെ ഇപ്പൊ ഞാനതെടുത്ത് ചെയ്യുന്നു. അന്ന് എനിക്കതൊന്നും ഒരു വരുമാനമാർഗമായിട്ട് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ഇപ്പൊ അതെനിക്കൊരു വരുമാനമാർഗമായിട്ട് തന്നെ എന്റെ ഈ ഒറ്റപ്പെടലിനെ മറികടക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം ഒരു വരുമാനവും. എന്റെ പേര് പ്രസന്നകുമാരി. എന്റെ അനുഭവം എന്ന് പറഞ്ഞ എന്റെ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം എനിക്ക് ഭയങ്കര വിഷമവും ഇതൊക്കെ ആയി. പിന്നെ എന്റെ മക്കള് ജനിച്ചതിന് ശേഷം എനിക്ക് വലിയ കഷ്ടതയിലാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. ആ അനുഭവം എല്ലാം മാറിയതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു തൊഴിലിന് പൊയ്ക്കൊണ്ടിരുന്നു. തൊഴില് കണ്ടെത്തി എന്റെ മക്കളെയൊക്കെ നല്ല രീതിയിൽ പഠിപ്പിച്ച് നല്ല രീതിയിലാക്കി. ജോലി ചെയ്തതിന് ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് 2 മക്കളെയും പഠിപ്പിച്ചു. 2 മക്കളെ അയച്ചു. എനിക്ക് ഇനി ഭാരത്തൊന്നും ഇല്ല. പിന്നെ ഭർത്താവ് സുഖമില്ലാത്ത ഒരാളാണ്. ജോലിക്കൊന്നും പോവാനുള്ള കഴിവില്ല. മക്കള് ജോലിക്ക് പോയതിനു ശേഷം ഞാൻ വീട്ടിലാണ്. വീട്ടിൽ ഇരുന്ന് റേഡിയോ കേൾക്കും, കൃഷിപ്പണി ചെയ്യും. അങ്ങനെ വീട്ടുകാര്യങ്ങളെല്ലാം നോക്കി ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒറ്റപ്പെടലായതും എന്റെ അനുഭവം കൊണ്ടാണ് ഞാൻ അത് വിചാരിച്ച് റേഡിയോയും കേട്ട് ടിവിയും കണ്ട് പിന്നെ ചിലപ്പോൾ ഞാൻ ഇറങ്ങി കൃഷിപ്പണി ചെയ്യും. കൃഷി ചെയ്ത് നല്ലതുപോലെ ആദായം എടുത്ത് നമ്മളെ വീട്ടുകാര്യവും നടത്തി വെളിയിൽ വിൽക്കാനുള്ള സാഹചര്യമുണ്ട്. അയൽക്കാര് അങ്ങോട്ട് പോവില്ല. അവര് ചിലപ്പോ നമ്മളവിടെ വന്നിരുന്ന് കാര്യങ്ങളും പറഞ്ഞ് അങ്ങനെ നമ്മള് ചിലപ്പോ എന്റെ അടുത്തിരുന്ന് റേഡിയോ ഇല്ലാത്ത ആൾക്കാര് റേഡിയോ കേൾക്കാൻ വരും. ചിലപ്പോ TV ഇല്ലാത്തവര് TV കാണാനൊക്കെ വന്ന് അങ്ങനെ നമ്മൾ ചിരിച്ച് സന്തോഷമായിട്ട് നമ്മള് ഇരിക്കും. ഈ കാര്യങ്ങളെല്ലാം ചെയ്താണ് എന്റെ ഒറ്റപ്പെടല് മറികടന്ന് ഞാൻ ഒരു സന്തോഷത്തിലെത്തിയത്. മുത്തച്ഛ, നമ്മളിപ്പോ പ്രായമായവർ സംസാരിച്ചത് കേട്ടല്ലോ. എന്നാലേ അവർക്കൊരു പ്രധാന വിവരം ഞാൻ പങ്കുവെക്കാം, നമ്മുടെ സർക്കാരിന്റെ പദ്ധതികളെ കുറിച്ച്. തീർച്ചയായും ഞാനത് ഓർക്കുന്നു ലക്ഷ്മി. ആദ്യത്തേത് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഫോർ സീനിയർ സിറ്റിസൺസ്. ഈ പരിപാടി പ്രായമായവരുടെ സാമൂഹിക, ശാരീരിക, മാനസിക ആവശ്യങ്ങൾ സമഗ്രമായ രീതിയിൽ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. ഇത് ആരോഗ്യ സേവനങ്ങൾ, വിനോദ സവാരികൾ, സാമൂഹിക പങ്കാളിത്തം എന്നിവ പ്രോത്സാഹിപ്പിച്ച് അവരുടെ ജീവിതം സമ്പൂർണമാക്കാൻ സഹായിക്കുന്നു. രണ്ടാമത്തേത് സീനിയർ സിറ്റിസൺസ് ഹെൽപ്പ് ലൈൻ 14567. ഈ ഹെൽപ്പ് ലൈൻ പ്രായമായവർക്കുള്ള എളുപ്പത്തിലുള്ള സഹായം ലഭ്യമാക്കുന്നു. അത് നിയമസഹായം, ആരോഗ്യ സേവനങ്ങൾ അല്ലെങ്കിൽ അടിയന്തര സഹായം എന്നിവയാകാം. പ്രായമായവർക്ക് ആവശ്യമുള്ളപ്പോൾ ഈ നമ്പറിൽ വിളിച്ച് പിന്തുണയും സഹായവും തേടാം. അടുത്തത് ജീറിയാട്രിക് കെയർ ഗീവേഴ്സ് ട്രെയിനിംഗ് പ്രോഗ്രാം. പ്രായമായവരുടെ ശരിയായ പരിപാലനം പരിചയസമ്പന്നരായ കെയർ ഗീവേഴ്സുകൾക്ക് ആവശ്യമാണ്. ഈ പരിപാടി പ്രായമായവർക്കുള്ള ശാരീരിക, മാനസിക, വികാരാത്മക പിന്തുണ നൽകാൻ പരിശീലിപ്പിക്കുന്നു. 4. സീനിയർ കെയർ ഏജിംഗ് ഗ്രോത്ത് എഞ്ചിൻ അല്ലെങ്കിൽ സേജ്. ഈ പരിപാടി പ്രായമായവർക്കുള്ള സേവനങ്ങളിലും ഉൽപ്പന്നങ്ങളിലും പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നു. സേജ് വഴി സ്വകാര്യ സ്ഥാപനങ്ങളും സർക്കാർ സ്ഥാപനങ്ങളും പ്രായമായവരുടെ ആവശ്യങ്ങൾക്കായി കൂടുതൽ മികച്ച സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. അതെ ലക്ഷ്മി, ഇനി ഇതിലുള്ളത് രാഷ്ട്രീയ വയോശ്രീ പദ്ധതിയാണ്. ഈ പദ്ധതി പ്രകാരം സാമ്പത്തികമായി ദുർബലരായ പ്രായമായവർക്ക് സൗജന്യ സഹായ ഉപകരണങ്ങൾ, ദൃശ്യഭംഗിക്ക് ആവശ്യമായ കണ്ണട, കേൾവി ഉപകരണങ്ങൾ, വോക്കറുകൾ എന്നിവ ലഭിക്കും. ഇതിലൂടെ അവർക്ക് സ്വതന്ത്രവും സമർത്ഥവുമായ ജീവിതം നയിക്കാൻ കഴിയും. 6. തിമിര ശസ്ത്രക്രിയാ പദ്ധതി. തിമിരം പ്രായമായവരിൽ സാധാരണ കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ്. ഇതിനെ പരിഹരിക്കുന്നതിന് സൗജന്യമായോ അല്ലെങ്കിൽ പണമടച്ചുകൊണ്ടോ തിമിര ശസ്ത്രക്രിയകൾ നൽകുന്നു. അതുവഴി പ്രായമായവർ അവരുടെ കാഴ്ചശക്തിയും ജീവിതത്തിന്റെ ഗുണമേന്മയും വീണ്ടെടുക്കുന്നു. കഴിഞ്ഞില്ല ലക്ഷ്മി, ഇനിയും ഒരു നിയമം കൂടിയുണ്ട്. പ്രായമായവരുടെ പരിപാലനാവകാശം.
ഇന്ത്യൻ സർക്കാർ പ്രായമായവർക്കുള്ള അവകാശം ഉറപ്പാക്കുന്നു. അതായത് അവരെ അവരുടെ കുടുംബങ്ങൾ പരിചരിക്കണം. കുടുംബം ഈ ഉത്തരവാദിത്തം പാലിക്കാൻ പരാജയപ്പെടുകയാണെങ്കിൽ പ്രായമായവർക്ക് അവരുടെ അവകാശങ്ങൾ ലഭിക്കാൻ നിയമസഹായം നേടാം. ഈ പദ്ധതികളും നീക്കങ്ങളും നമ്മുടെ പ്രായമായ ജനതയെ ആദരിക്കുന്നതിലും പിന്തുണ നൽകുന്നതിലും ഒരുപടി മുന്നിലാണ്. അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിയുകയും അവരുടെ ജീവിതം കൂടുതൽ സന്തോഷകരവും സുഖകരവുമാക്കുകയും ചെയ്യുന്നു. ലക്ഷ്മി, പ്രായമായവരോടുള്ള ആദരം ഒരു സമൂഹത്തിന്റെ യഥാർത്ഥ തിരിച്ചറിവാണ് കുട്ടി. നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം. അതെ അതെ, നമ്മുടെ പ്രോഗ്രാം ഇന്നിവിടെ അവസാനിക്കാനുള്ള സമയമായി. ഇനി നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കേൾക്കാം. ഒരു ഊഷ്മളമായ വിട. വയോധികരെന്നും ആദരിച്ചിടണം, വഴിയിൽ വീഴാതെ കാണിടണം. കാലം പതുക്കെ എനിക്കും നിനക്കും പ്രായത്തിനാധിക്യം സമ്മാനിക്കും. ഓർക്കാം സ്നേഹിക്കാം ആദരവാം, നരയും ചുളിവെല്ലാം നെഞ്ചിലെത്തി കൈപിടിച്ചിടാം സഹായിച്ചിടാം. വയോധികർ നാടിൻ അഭിമാനമല്ലോ. വയോധികരെന്നും ആദരിച്ചിടണം, വഴിയിൽ വീഴാതെ കാങ്ങിടണം. കാലം പതുക്കെ എനിക്കും നിനക്കും പ്രായത്തിനാധിക്യം സമ്മാനിക്കും. ഓർക്കാം സ്നേഹിക്കാം ആദരവാൽ, നരയും ചുളിവെല്ലാം നെഞ്ചിലെത്തി കൈപിടിച്ചിടാം സഹായിച്ചിടാം. വയോധികർ നാടിൻ അഭിമാനമല്ലോ. വയോമിത്ര, നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം. അവതരിപ്പിച്ചത് ലോപമുദ്ര ML, ശ്രീലാൽ VS. സാങ്കേതിക സഹായം നന്ദകുമാർ, വിഷ്ണു മോഹൻ M, അബി സ്റ്റീഫൻ.